ഏവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ജീവൻ്റെയും പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും തിരുനാളാണ് ഈസ്റ്റർ. ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഇന്ന് എങ്ങനെ ഉത്തിതിൻ്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന വചനഭാഗം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ 3-ാം ദിവസത്തിലാണ്. മരണം കഴിഞ്ഞ് ദുഃഖവെള്ളിയാഴ്ച, ദുഃഖശനിയാഴ്ച, നിശബ്ദത. ഇന്ന് ഞായറാഴ്ച നമ്മൾ ഉത്തിതിൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. 3-ാം ദിവസം. ബൈബിളിൽ 3-ാം ദിവസം നമ്മൾ കാണുന്നത് പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ, സൂചനകൾ തരുന്നുണ്ട്. യോന പ്രവാചകൻ 3-ാം ദിവസം ദൈവം കാണിക്കുന്നിടത്തേക്ക് ദൈവത്തിന് ഹിതം നിറവേറ്റാൻ കഴിയാതെ സ്വന്തം ഹിതം അന്വേഷിച്ചിറങ്ങുമ്പോൾ അവനെ വീണ്ടും കൊണ്ടുചെന്നാക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിക്കാനുള്ള കൃപ കൊടുത്തിട്ടാണ്. ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് 3-ാം ദിവസം ഓടിപ്പോകുന്നു. ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് ദൈവം തിരിച്ചു കൊണ്ടുവരുന്നു. അതുകൊണ്ട് ദൈവഹിതത്തിന് വഴങ്ങി ജീവിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. 3-ാം ദിവസം. ഇന്ന് 3-ാം ദിവസമാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്, ഈസ്റ്റർ കൊണ്ടാടുന്നത്, ഉത്തിതിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത്. ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മെ മരണത്തിന് വിട്ടുകൊടുത്താലും അവൻ നമ്മെ ജീവിപ്പിക്കുമെന്ന്. ദൈവത്തോടൊത്ത് ജീവിപ്പിക്കുന്ന ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, നിത്യശാന്തിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അനയിക്കുമെന്ന്. പ്രതീക്ഷകളൊക്കെ, മനുഷ്യൻ്റെ പ്രതീക്ഷ അസ്തമിക്കുന്നത് എവിടെയോ അവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് നാമ്പുള്ളത്, കാമ്പുള്ളത്. മനുഷ്യൻ്റെ ഇല്ലായ്മകളിൽ ദൈവം ഇടപെടുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ അടയാളം തന്നെ 3-ാം ദിവസമാണത്. ഗലീലിയ കല്യാണം നടക്കുന്നത് 3-ാം ദിവസമാണ്. ദൈവത്തെ നഷ്ടപ്പെട്ടിട്ട്, 12 വയസ്സുള്ള മകനെ നഷ്ടപ്പെട്ടിട്ട് അമ്മയ്ക്കും യോസേഫ് പിതാവിനും യേശുവിനെ തിരിച്ചു കിട്ടുന്നത്. നഷ്ടപ്പെട്ട ബന്ധങ്ങളെ, പ്രത്യേകിച്ച് ദൈവത്തെ പോലും വീണ്ടെടുക്കാൻ ദേവാലയങ്ങളിലേക്ക് 3-ാം ദിവസം. ലാസർ മരിച്ചു. ലാസറിനെ സ്വതന്ത്രനാക്കുക എന്നാണ് ദൈവം പറയുന്നത്. അവനെ സ്വതന്ത്രനാക്കണമെന്ന്. മർത്തായെയും മറിയായും ദൈവത്തോട് പറയുന്നുണ്ട്, അവൻ മരിച്ചുവെന്ന്. 3-ാം ദിവസം ദൈവം ലാസറിനെ ജീവിതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, 3-ാം ദിവസം സ്വാതന്ത്ര്യത്തേക്ക് നടന്നെടുക്കാനുള്ള പ്രതീക്ഷയുടെ ദിവസമാണ്. ഇന്ന് 3-ാം ദിവസം പ്രതീക്ഷയുടെ പുതിയൊരു തുടക്കത്തിൻ്റെ, നവമായ ജീവിതശൈലിയുടെ തുടക്കമാണ്. ഉത്തിതിൻ്റെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ജീവിതം മുന്നേറുവാൻ, ജീവിതം കെട്ടിപ്പടുക്കാൻ ദൈവം തരുന്ന അവസരം, സാധ്യത, പുതിയ ഉടമ്പടി. അതിനാൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് ഉത്തിതിൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ ഈ 3-ാം ദിവസം, പ്രതീക്ഷയുടെ ദിവസം ആരംഭിക്കാം. ജീവൻ്റെ ദിവസം ആരംഭിക്കാം. വിശ്വാസത്തോടെ നവ ജീവിത ശൈലിക്ക് നന്ദി കുറിക്കാം. ഇന്ന് സുവിശേഷം നമ്മൾ കണ്ടുമുട്ടുന്നതാണ് ആഴ്ചയുടെ 1-ാം ദിവസം. അതിരാവിലെ 1-ാം ദിവസം പുതിയൊരു ജീവിതമാണത്. ഈ 1-ാം ദിവസം യേശുവിനെ സ്വന്തമാക്കാൻ, യേശുവിൻ്റെ അനുഭവം, ഉത്തിതിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ ഓടുന്നത് ഒരു സ്ത്രീയാണ്, മഗ്ദലന മറിയം. ഇരുട്ടായിരിക്കുമ്പോഴാണ് മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വരുന്നത്. ഈ ഇരുളിൽ അവൾ ഉത്തിതിനെ കാണുന്നില്ല. പക്ഷേ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 20-ാം അധ്യായത്തിലാണ് 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ദൈവം കാത്തിരിക്കുക ഇവൾക്ക് വേണ്ടി. ഇവളും കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി, ഉത്തിതിൻ്റെ അനുഭവത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ കല്ലറയിലേക്ക് നോക്കി. മഗ്ദലന മറിയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉത്തിതിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കുകയെന്ന്. ഒന്ന്, കുനിയാൻ, കുമ്പിടാൻ. ഇവിടെ ഇത് പഠിച്ചത് തീർച്ചയായിട്ടും യേശുവിൽ നിന്നാകണം. യേശു കുനിയുന്നുണ്ട്, കുമ്പിടുന്നുണ്ട്, പ്രത്യേകിച്ച് 3 അവസരങ്ങളിൽ. ഒന്ന്, ഈശോ കുമ്പിടുന്നത്, കുനിയുന്നത്, കുനിഞ്ഞിരുന്ന നിലത്ത് എഴുതുന്നത് ഒരുവളെ സ്വതന്ത്രയാക്കാൻ വേണ്ടിയിട്ടാണ്. പാപിനിയായ സ്ത്രീയെ സ്വതന്ത്രയാക്കാൻ. നിങ്ങളിൽ ആർക്കെങ്കിലും പാപമില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളാദ്യം കല്ലെറിയേ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് പുരോഹിത പ്രമുഖരെയും ഫരിസയരെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുവളെ കൈപിടിച്ച് നടത്താൻ ദൈവം കുനിയുന്നുണ്ട്. വീണ്ടും നമ്മൾ കുനിയുന്ന ദൈവത്തെ കാണുന്നത്, കുമ്പിടുന്ന ദൈവത്തെ കാണുന്നത് അപരൻ്റെ, പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ്.
ഒരു ആഹ്വാനമാണത്, ഒരു സാധ്യതയാണത്. കുമ്പിടാൻ, അഹങ്കാരത്തിൽ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവൻ്റെ സുവിശേഷമായി ഉത്തിതനിത നമ്മെ ക്ഷണിക്കുന്നു. 3-ാം ദിവസം, പ്രതീക്ഷയുടെ ദിവസം, ജീവൻ്റെ ദിവസം, വിശ്വാസത്തിൻ്റെ സുദിനം. മഗ്ദലന മറിയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉത്തിതൻ്റെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കുക, എങ്ങനെയാണ് ഉത്തിതനോടൊത്ത് ശിഷ്യരാകാൻ സാധിക്കുക എന്ന്. 20-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ആഴ്ചയുടെ 1-ാം ദിവസം, നവജീവിതത്തിൻ്റെ തുടക്കം, പുതിയ ജീവിതശൈലിക്ക് നന്ദി കുറിക്കുകയാണ് മഗ്ദലന മറിയം. പക്ഷേ അവൾ വരുന്നത് അന്ധകാരത്തിൽ, അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ. അവൾ കാത്തിരിക്കുന്നുണ്ട്. 11-ാം വാക്യത്തിൽ, 20-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് പ്രഭാതമാകാൻ, സൂര്യൻ ഉദിക്കാൻ, സൂര്യ തേജസ്സോടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ. അവൾ എന്താ ചെയ്തത്? 3 കാര്യങ്ങളാണ് മഗ്ദലന മറിയം ചെയ്യുന്നത്, നമ്മെ പഠിപ്പിക്കുന്നതും ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നതും ക്ഷണിക്കുന്നതും. 1, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി, കുമ്പിടാൻ. കുമ്പിട്ട് ശൂന്യതയിലേക്ക്, നമ്മുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിടത്തേക്ക്, പക്ഷേ ഒന്ന് കുമ്പിട്ട്. ഈശോയായിരിക്കും നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെ കുമ്പിടാൻ. 3 അവസരങ്ങളിലാണ് ഈശോ കുമ്പിടുന്നത്. 1, ഈശോ കുമ്പിടുന്നത് ഒരുവളെ സ്വതന്ത്രയാക്കാൻ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുവളെ കൈപിടിച്ചുയർത്തുന്നുണ്ട്. അതിനായി ഈശോ ചെയ്യുന്നത് കുനിഞ്ഞിരുന്ന് നിലത്തെഴുതുകയാണ്. ഇവളെ സ്വതന്ത്രയാക്കണമെന്നായിരിക്കണം എഴുതിയിരുന്നത്. ഫരിസേയ പ്രമുഖരെയൊക്കെ ഈശോ വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും പാപം ഇല്ലാത്തവരുണ്ടോ? എങ്കിൽ നിങ്ങൾ ആദ്യം കല്ലെറിയ. ആരും കല്ലെറിയാനില്ല. ഈശോ പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇതാ പുതിയൊരു ജീവിതത്തിലേക്ക്, നവ സൃഷ്ടിയായി മാറുകയാണ് ആ സ്ത്രീ. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കാൻ ഈശോയുണ്ട്. നമുക്ക് വേണ്ടി കുമ്പിട്ട്, നമുക്ക് വേണ്ടി നിലത്തെഴുതിക്കൊണ്ട്. 2-ാമതായിട്ട് ഈശോയെ നമ്മൾ കാണുന്നത്, കുമ്പിടുന്നത് ശിഷ്യരുടെ പാദം കഴുകാനാണ്. ശുശ്രൂഷയുടെ, സ്നേഹത്തിൻ്റെ, ശിഷ്യത്വത്തിൻ്റെ ആത്മാർത്ഥത ഗുരു ഇതാ നമ്മെ പഠിപ്പിക്കുന്നു. കുമ്പിടാൻ, പാദങ്ങൾ കഴുകാൻ, ശുശ്രൂഷ ചെയ്യാൻ, ഇങ്ങനെ കുമ്പിടാനാകുന്നു. വീണ്ടും ഈശോ കുമ്പിടുന്നത് തൻ്റെ കുരിശെടുക്കാനാണ്. വീണ് കുരിശ് എടുത്ത് വീണ്ടും തോളിൽ വെച്ച് നടന്നത് കയറാൻ. എവിടേക്ക്? പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ജെറൂസലേമിലേക്ക്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈശോ തരുന്ന ഏറ്റവും വലിയ സന്തോഷം ഇത് തന്നെയല്ലേ? ഒന്ന് കുമ്പിടാൻ, അപരനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ, അവഹേളിക്കാതെ തന്നിലേക്ക് തിരിയാൻ, ശുശ്രൂഷ ചെയ്ത് ജീവിക്കാൻ, ജീവിതത്തിൻ്റെ കുരിശുകൾ താഴെ വീഴുമ്പോൾ വീണ്ടും അതെടുത്ത് തോളിൽ വെച്ച് ഈശോയോടൊത്ത് മുന്നേറാൻ കുമ്പിടാൻ പഠിക്കണമെന്ന് മഗ്ദലന മറിയത്തിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. ഉത്തിതൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ കുമ്പിടാൻ പഠിക്കണമെന്ന്. 2-ാമതായിട്ട് ഈ സ്ത്രീ ചെയ്യുന്നത് എന്താണ്? ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയെന്ന്. ജീവിതത്തിൻ്റെ വീതിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ. ഈശോ, ഉത്തിതനായ ഈശോ അവിടെയുണ്ട്. നമ്മുടെ പാഴ്വേലകളിലും നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന വിജയങ്ങളിലും പരാജയങ്ങളിലും ഒക്കെ നമ്മുടെ കൂട്ടായി തമ്പുരാനുണ്ട്. ജീവിതത്തിൽ നടന്നു നീങ്ങുമ്പോൾ, ഓടിപ്പോകുമ്പോൾ ഇന്നൊന്നിനും സമയമില്ലല്ലോ നമുക്ക്. ഒന്ന് തിരിഞ്ഞു നോക്കാനായാൽ ഉത്തിതനെ ദർശിക്കാനാകും, ഉത്തിതൻ്റെ അനുഭവം പങ്കുവയ്ക്കാനാകും. അതുകൊണ്ട് ഇന്ന് മഗ്ദലന മറിയം പഠിപ്പിക്കുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ പുറകിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഈശോയുണ്ട്. നീ നടന്നു പോകുന്ന വഴിയിലൊക്കെ നിനക്ക് താങ്ങായി, നിനക്ക് പ്രകാശം പരത്തിക്കൊണ്ട്, നിനക്ക് ജീവനേകിക്കൊണ്ട്, നിനക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട്. അതുകൊണ്ട് ഇന്ന് ഒന്ന് പുറംതിരിഞ്ഞു നോക്കാൻ, പുറകിലേക്ക് ദൈവത്തെ കാണാൻ, ഉത്തിതൻ്റെ സഹായവും സ്നേഹവും തിരിച്ചറിയാൻ മഗ്ദലന മറിയം ആവശ്യപ്പെടുന്നു. പുറകിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ. ഈശോയുണ്ട് അവിടെ. ഈശോ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 1, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? ഈശോ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് ജോലി ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമായ അർത്ഥമുണ്ടാകണം, ഉത്തരമുണ്ടാകണം നമുക്ക് ഈശോയോട് പറയാൻ. എന്തിനാണ് ഞാൻ കരയുന്നത്? എന്തിനാണ് ഞാൻ ചിരിക്കുന്നത്?
എന്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്? എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം ഈശോ വളരെ പ്രസക്തമാണ്. നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന്. നിന്റെ ജീവിതത്തിൽ നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തെയാണോ? സന്തോഷത്തെയാണോ? സ്നേഹത്തെയാണോ? അതോ ഇതെല്ലാത്തിൻ്റെയും ഉറവിടമായ ഉത്തിതനായ ക്രിസ്തുവിനെയോ? ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ടോ? ഉത്തിതനായ ദൈവത്തെ, ജീവൻ്റെ, വിശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ ദൈവത്തെ അന്വേഷിക്കാനാകട്ടെ എനിക്ക് നിങ്ങൾക്കും ഉത്തിതനായ ക്രിസ്തുവിനെ. മൂന്നാമതായി മഗ്ദലന മറിയം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഈശോ പറയുന്ന വാക്ക് നിറവേറ്റുകയാണ് അവൾ. നീ പോകണം, നീ പോയിട്ട് എൻ്റെ ശിഷ്യന്മാരോട് പറയണം. എന്താ? ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും, എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന്. ദൈവം ഭൂമിയിൽ അവതരിച്ചു, അവരോഹണം ചെയ്തു. ഇതാ ആരോഹണം ചെയ്യുകയാണ് ദൈവം വീണ്ടും പിതാവിനോടൊത്ത്. മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. സാക്ഷി ജീവിതം. ഉത്തിതൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് അവൾ ഇനി സാക്ഷിയായി, ക്രിസ്തു സാക്ഷിയായിട്ട് ജീവിക്കുകയാണ്. ഇതാ ദൈവം ആരോഹണം ചെയ്തു. ഇനി ദൈവത്തിന് കൈകളില്ല, ദൈവത്തിന് കാലുകളില്ല, ദൈവത്തിന് ഹൃദയമില്ല. അതുകൊണ്ട് നമ്മുടെ കൈകൾ സ്നേഹത്തോടെ ദൈവത്തിന് സമർപ്പിക്കാം, നമ്മുടെ വായ് ദൈവത്തിന് സമർപ്പിക്കാം, നമ്മിലൂടെ ദൈവം സംസാരിക്കാം. നമ്മുടെ കരങ്ങളും കാലുകളും ദൈവത്തിനോട് ചലിപ്പിക്കാം. ഉത്തിതൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് നമുക്കും ജീവൻ്റെ, പ്രതീക്ഷയുടെ, സുവിശേഷത്തിൻ്റെ വക്താക്കളാകാം, സുവിശേഷ സാക്ഷികളായിക്കൊണ്ട്. അതുകൊണ്ട് മഗ്ദലന മറിയം പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ വീണ്ടും ഓർക്കുക. നമ്മൾ പഠിക്കണം, കുമ്പിടാൻ പഠിക്കണം. നമ്മൾ പഠിക്കണം തിരിഞ്ഞൊന്ന് നോക്കാൻ. നമ്മൾ ജീവിക്കാൻ തുടങ്ങണം സുവിശേഷം. എങ്ങനെ? ഉത്തിതൻ്റെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ നാളങ്ങളായിക്കൊണ്ട് ഇനി അങ്ങോട്ട് പുതുജീവൻ, പ്രതീക്ഷയുടെ ഉണർവിൻ്റെ നവജീവിത ശൈലിക്ക് നന്ദി കുറിക്കാൻ ഈ ഈസ്റ്റർ നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും ഈസ്റ്ററിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വചനം തുറന്ന് വചനത്താൽ തുറക്കപ്പെട്ട് ഉത്തിതൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ദൈവത്തിൻ്റെ വിളഭൂമിയിൽ നല്ല വേലക്കാരാകാൻ എനിക്കും നിങ്ങൾക്കുമാകട്ടെ. ഈസ്റ്റർ മംഗളങ്ങൾ.